بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ഒരു ദിനം ഒരായത്ത് ഖുർആൻ പഠന പരിപാടിയുടെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 1764 എപ്പിസോഡിൽ നാം പരിശുദ്ധ ഖുർആനിലെ 19 ജുസിന്റെ അവസാന ഭാഗത്തുള്ള 26 സൂറത്ത് ആയ സൂറത്ത് ഷുറായിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്ത് ഷുറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന്റെ മധ്യകാലത്ത് ഇറങ്ങിയതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത് പ്രകാരം സൂറത്തു ത്വാഹയും സൂറത്തുൽ വാഖിഅയും പിന്നെ സൂറത്തുൽ ഷുറാവും അവതരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഇത് അവതരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മധ്യകാലഘട്ടത്തിൽ അവതരിച്ച സൂറ എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, പരിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എതിരെ വന്ന രൂക്ഷമായ ആരോപണങ്ങൾക്ക് മറുപടി പറയുക, അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബിനെയും ദീനിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞവർക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങൾ 7 നബിമാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിവരിക്കുക, ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ഇതിൽ കവികൾ ചർച്ചയാകുന്നുണ്ട്. സൂറത്തിൻ്റെ പേര് തന്നെ 224 ആയത്തിൽ വശുറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ എന്ന് പറയുന്ന അവസാന ഭാഗത്തുള്ള പരാമർശത്തിൽ നിന്ന് എടുത്തതാണ്. കവികളുടെ വിമർശനം, കവിതയാണെന്ന ആരോപണം, കവിതയിലൂടെയുള്ള വിമർശനം, ഇതൊക്കെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു സൂറത്ത് എന്ന നിലയിൽ സൂറത്തും ഉള്ളത് കവികളെ ആകർഷിക്കുന്ന ഒരു ഭാഷാ ശൈലിയിലാണ്. പൊതുവെ മക്കി സൂറകളൊക്കെ 2 പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവയൊക്കെ ഭാഷാ സൗന്ദര്യത്തിന് ആകർഷകമായ വാചകങ്ങളിൽ പറയുക എന്നതിന് ഊന്നൽ നൽകിയത് കാണാൻ കഴിയും. അതുപോലെ ഉള്ളടക്കം എന്ന നിലയിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഈ അടിസ്ഥാനങ്ങളിൽ ഊന്നി അതിൻ്റെ തെളിവുകളും ന്യായങ്ങളും നിരത്തുകയാണ് മക്കി സൂറകൾ പൊതുവെ ചെയ്യാറുള്ളത്. അതിൽ തന്നെ മക്കി സൂറകളിൽ പലതിനും ഏതെങ്കിലും ഒന്നിലൊരു ഊന്നലുണ്ടാവും. ചിലത് പരലോകത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവം പറയും, ഒപ്പത്തിൽ തൗഹീദും റിസാലത്തും പറയും. ചിലത് തൗഹീദ് ഊന്നി പറയും, ഒപ്പത്തിൽ ആഖിറത്തും റിസാലത്തും പറയും. ഇവിടെ റിസാലത്ത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനാണ് ഈ സൂറത്തിൻ്റെ മുഖ്യ ഇതിവൃത്തം. അതുകൊണ്ടാണ് തുടക്കം തന്നെ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഖുർആനെതിരെ വരുന്ന വിമർശനങ്ങൾ ഒക്കെ ഇതിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈ സൂറത്ത് അൽ-ബഖറ കഴിഞ്ഞാൽ ആയത്തുകളുടെ എണ്ണം കൊണ്ട് ഏറ്റവും വലുതാണ്, പക്ഷെ പേജ് എണ്ണം കൊണ്ട് വലുതല്ല. 227 ആയത്തുണ്ട്. അതിനേക്കാൾ കൂടുതലുള്ളത് ഇനി അൽ-ബഖറ മാത്രമേ ഉള്ളൂ. അവതരണക്രമം കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 41 സൂറത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ, പ്രബോധന ജീവിതത്തിൻ്റെ ഒരു അനുബന്ധമെന്നോണം എന്ന നിലയിലാണല്ലോ ഖുർആൻ ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇറങ്ങുന്ന കാലത്തുള്ള സാമൂഹ്യ സാഹചര്യമൊക്കെ ഇതിൽ ചർച്ചയാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് പഠിതാക്കൾ എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണത്തിൽ കൂടി നിങ്ങൾ പങ്കാളികളാകണം. അഥവാ കൂടുതൽ ആളുകൾക്ക് ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്ത് അവരെ കൂടിയൊക്കെ പഠിതാക്കളാകാൻ പ്രേരിപ്പിക്കുക എന്നതൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല ഒരു പുണ്യകർമ്മമായിരിക്കും. എല്ലാവരും അത്തരം വിഷയങ്ങളിലൊക്കെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിലെ ഉത്തമർ എന്ന് പറഞ്ഞ ഗണത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ വളരെ നന്നായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും
സമൂഹത്തിൽ പടർത്തുവാനും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുന്നതിൽ ധാരാളം പ്രയോജനം ചെയ്യുന്നതും പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതുമായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലത്ത് പോലെ തന്നെ നമ്മുടെ തലമുറകളുമൊക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, ഖുർആനിനെതിരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ, വലിയ വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന അഥവാ ഖുർആൻ ചർച്ചയാക്കപ്പെടുന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ ഖുർആനിൻ്റെ വിജ്ഞാനീയങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുവാൻ അള്ളാഹു നമുക്ക് കരുത്തു പകരുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.